الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله فلا بذكر الله تطمئن القلوب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഉണർത്തുകയാണ്, തൗഫീഖ് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള കഴിവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളിൽ പല ആളുകളും പറയാറുണ്ട്, ഒരു നല്ല വീടുണ്ടായാൽ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാമായിരുന്നു. അതേപോലെ മക്കൾക്ക് നല്ല ജോലിയും സമ്പാദ്യവും ഒക്കെ ഉണ്ടായാൽ വല്ലാത്ത സമാധാനമായി എന്ന് പറയുന്ന ആളുകളുണ്ട്.
മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് സമാധാനത്തോടുകൂടി ഇരിക്കാം, എൻ്റെ ജീവിതം ധന്യമായി എന്ന് വിചാരിക്കുന്നവരൊക്കെ നമുക്കിടയിൽ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവലാണോ ഒരു മനുഷ്യന്റെ സമാധാനം ഉണ്ടാവലും? ഒരു നല്ല വീടുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ആഗ്രഹമാണ്. നമ്മളിന്ന് ഒരു വീട് വെക്കുമ്പോൾ പല ആളുകളും സാമ്പത്തികമായി സുസ്ഥിതി നേടിയവരായിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് പലിശയിൽ അധിഷ്ഠിതമായ രൂപത്തിലാണ് വീടുകൾ ഉണ്ടാക്കാറുള്ളത്. ആ രൂപത്തിൽ നമ്മൾക്ക് കിടന്നുറങ്ങുവാനുള്ള, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുവാനുള്ള വീട് പലിശയിൽ മുങ്ങിക്കുളിച്ച ഒന്നാണെങ്കിൽ ആ വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാകുമോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ബറക്കത്ത് ആ വിഷയത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുമോ? ഇക്കാലഘട്ടങ്ങളിൽ ഹറാമുകളെ ഹലാലുകളായി കാണുന്ന ഒരു മനോഭാവമാണ് അധികം ആളുകളിലുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ, ഭവനം നിർമ്മിക്കുന്ന വിഷയങ്ങളിൽ, മക്കളുടെ കല്യാണങ്ങൾ നടത്തുന്ന കാര്യങ്ങളിൽ ഒക്കെ അതിന്റെ സാമ്പത്തികമായ സോഴ്സ് ഏത് നിലയിലായിരിക്കണം എന്നുള്ളത് ഒരാളും ചിന്തിക്കാറില്ല. പള്ളിയിലെ ഇമാമുമാർ തൊട്ട് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ മുതൽ എല്ലാ ആളുകളും ഇന്ന് പലിശയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാടുകളിൽ കണ്ടുവരാറുള്ളത്. ഇവരാരും ഉപദേശങ്ങൾ കേൾക്കാത്തവരല്ല. മതപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഖുർആൻ ക്ലാസുകളിലും ജുമുഅ ഖുതുബകളിലുമൊക്കെ നിരന്തരം പങ്കെടുക്കുന്നവരാണ്. പക്ഷേ എങ്കിലും ഇത്തരം കാര്യങ്ങളെ, പലിശയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അതിന്റെ ഹറാമും ഹലാലും ചിന്തിക്കാൻ പോലും നമ്മളിൽ പല ആളുകളും മെനക്കെടാറില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായ രൂപത്തിലാണ് പലിശയെ വിരോധിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകിലുർ റിബ വ മൂകിലഹു വ ഷാഹിദൈഹി വ കാതിബൈഹി. അല്ലാഹുവിന്റെ ദൂതർ പലിശയുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ ശപിച്ചിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപമേൽക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി അവിടുന്ന് പറഞ്ഞത് ആകിലുർ റിബ, പലിശ തീറ്റുന്നവനെ. എന്ന് വെച്ചാൽ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിസിനസ് നടത്തുന്നു, തന്റെ കുടുംബത്തിന് അത് തിന്നാൻ കൊടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലിയിൽ വ്യാപൃതനാവുന്നു. ഇത്തരക്കാരൊക്കെ ഈ ഗണത്തിലാണ് പെടുക. അതുപോലെ തന്നെ മൂക്കിലഹു, അത് തീറ്റിക്കുന്നത്, തിന്നുന്നവനും തീറ്റിക്കുന്നവനും. വശാഹിദൈഹി വകാതിബൈഹി, ഈ പലിശയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അതിന് സാക്ഷി നിൽക്കുന്നവരും അതിന്റെ എഴുത്തുകാരനും എല്ലാവരും ഹും സവാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപത്തിന് എല്ലാവരും തുല്യരാണ്. ഇതൊക്കെ നമ്മൾ ധാരാളം കേട്ട ഹദീസുകളാണ്. പക്ഷേ എങ്കിലും സഹോദരങ്ങളെ, നമ്മിൽ പല ആളുകളും ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ജീവിക്കാറുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വീടുണ്ടാക്കും, നമുക്ക് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനുള്ള ഭവനം ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് നല്ലൊരു കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കാറുള്ളത് ബാങ്കുകളെയും ലോണുകളെയും പണയം വെച്ചുമൊക്കെയാണ്. എന്നിട്ട് അതിന്റെ പലിശയും പലിശക്ക് മുകളിൽ പലിശയും ഒക്കെ ആയിക്കൊണ്ട് നമ്മൾ അതിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ആളുകൾ, അവരിൽ അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവമേറിയ മറ്റൊരു വാക്ക് അബ്ദുല്ലാഹി ബിൻ ഹൻബല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ആ സഹാബിക്ക് വലിയൊരു ശ്രേഷ്ഠതയുണ്ട്. അദ്ദേഹം ഉഹുദിന്റെ രണാങ്കളത്തിൽ ഷഹീദായപ്പോ മലക്കുകളാണ് ആ മനുഷ്യന്റെ ജനാസ കുളിപ്പിച്ചത്. കാരണം അദ്ദേഹം ജനാബത്തുകാരനായിരുന്നു. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള അബ്ദുല്ലാഹി ബിൻ ഹൻബല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ദിർഹമു റിബൻ യഅകുലു അർ-റജുലു വഹുവ യഅലമു അശദ്ദു മിൻ 36 സനിയ. ഒരു മനുഷ്യൻ തിന്നുന്ന ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രൂപ, ഒരു മനുഷ്യൻ
ഉപയോഗിക്കുന്ന ഒരു രൂപ പലിശയുടെ ഇനത്തിൽ ഒരു രൂപ ഉപയോഗിക്കുമ്പോ വഹുവയാലം അവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ 63 തവണ 36 തവണ വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന അത്രമാത്രം ഗൗരവമേറിയ പാപമാണ് അവൻ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹലാലല്ലാത്ത മാർഗത്തിൽ സമ്പാദിച്ചു കൂട്ടിയ നമ്മുടെ സമ്പാദ്യങ്ങൾ, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭവനങ്ങൾ, നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും നമ്മൾ ചെലവിന് കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഹറാമിലാണെങ്കിൽ സഹോദരങ്ങളെ എന്തു സമാധാനമാണ്. ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ പലിശയുമായി ബന്ധപ്പെട്ട ആളുകളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു കുത്തുണ്ടാവും, മനസ്സമാധാനമില്ലാതാവുകയാണ്. കാരണം ഇത് ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 5 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരു മനുഷ്യൻ ആദമിന്റെ മകന്റെ കാൽപാദം നാളെ പരലോകത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, ചലിപ്പിക്കാൻ അവന് സാധ്യമല്ല. അതിൽ പറഞ്ഞ ഒരു കാര്യം അവന്റെ ധനത്തെ സംബന്ധിച്ച് അത് ഏത് മാർഗത്തിലാണ് അവൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, മറുപടി കൊടുക്കേണ്ടി വരും. നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ അമീറുമാർ അല്ലെങ്കിൽ കഫീലുമാരെ പറ്റിച്ചുകൊണ്ടുണ്ടാക്കിയതാണോ? ജോലി ചെയ്യുന്ന വീടുകളിൽ കള്ളപ്പണി എടുത്തുകൊണ്ടാണോ അതുണ്ടാക്കിയത്? ആ ശമ്പളം തരുന്ന മുതലാളിയുടെ തൃപ്തികരമായ രൂപത്തിൽ നമ്മളതിന് ചെയ്യാത്ത ജോലിയാണോ? എങ്കിൽ ആ സമ്പാദ്യം ഹറാമാണ്. അതേപോലെ തന്നെ നമ്മുടെ ആ സമ്പാദ്യം ഏത് മാർഗത്തിലാണ് ചെലവഴിച്ചത് എന്നും പടച്ച തമ്പുരാന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ആളുകൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനവും ക്രെഡിറ്റുമാണ് ആവശ്യം. എന്തെങ്കിലും മതപരമായ വിഷയങ്ങൾക്ക് ഒരു ധർമ്മം നൽകാൻ വേണ്ടി പള്ളിയുടെ ഇന്നാലിന്ന വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ 1 2 അല്ലെങ്കിൽ വളരെ തുച്ഛമായ ആളുകൾ 10 20 ഒക്കെ നൽകിക്കൊണ്ട് അക്കാര്യങ്ങളിൽ വ്യാപൃതരായി കാണാം. ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തിയെന്ന് മാത്രം. എന്നാൽ നമ്മുടെ നാടുകളിലുള്ള വിനോദപരമായ ഒരു കാര്യം, ക്ലബിന്റെയോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്ലബോ നൈറ്റ് പരിപാടിയോ ഗാനമേളയോ അങ്ങനെയുള്ള എല്ലാ നിലയിലും ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ സജീവമായ പങ്കാളിത്തം ഞാനും നിങ്ങളും വഹിക്കുന്നതായി കാണാം. അവിടെ നമ്മൾ പറയാറുള്ളത്, കാര്യങ്ങൾ നടക്കട്ടെ, പണം നോക്കണ്ട, എത്ര വേണമെങ്കിലും എന്റെ മകൻ നീ എഴുതിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ വലിയ മുൻപന്തിയിലുണ്ടാവും. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ യാതൊരു താല്പര്യവുമില്ലാതെ അതൊക്കെ കമ്മിറ്റിക്കാർക്ക് നേരം പോക്കിന് വേണ്ടി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവഗണിക്കുന്ന തരത്തിൽ നമ്മുടെ സമ്പാദ്യത്തെ സംബന്ധിച്ച്, അത് ചെലവഴിക്കുന്ന മാർഗത്തെ സംബന്ധിച്ച് പടച്ച തമ്പുരാന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഞാനും നിങ്ങളും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിയ മാർഗവും സ്വീകരിക്കുന്ന പല ആളുകളെയും കാണാം. അതിന് നല്ലതാണോ അത് ചീത്തയാണോ എന്ന് പോലും ചിന്തിക്കാതെ കാശുണ്ടാക്കണം എന്നുള്ള രൂപത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതം ചെലവഴിക്കുന്ന ആളുകൾ, ലഹരിയുടെ പുറകെ പോകുന്ന ആളുകൾ, അതിന്റെ കാരിയർമാരായി വർക്ക് ചെയ്യുന്നവർ, അത് വിറ്റഴിക്കുന്നവർ, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്നുള്ള ഒരേ ഒരു ചിന്തയോടെ അത്തരക്കാരായ ആളുകൾ ഈ സമൂഹത്തിന് മൊത്തത്തിൽ നാണക്കേടും അപമാനവും ഉണ്ടാക്കി വെക്കുന്നു. നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട മക്കളെ മുച്ചൂടും നശിപ്പിക്കാൻ മാത്രം ലഹരി എന്ന സമൂഹത്തിൽ വ്യാപൃതമാണ്. കേരളത്തിൽ സാംസ്കാരികപരമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും ഉന്നതിയിൽ നിൽക്കുന്ന ഈ കേരള നാട് ഇന്ന് ലഹരിയുടെ പിടിയിലാണ് എന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മോട് വിളിച്ചു പറയുമ്പോ സഹോദരങ്ങളെ, എത്രമാത്രം ഈ അപകടത്തിന്റെ സ്വാധീനമുണ്ട് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ കലാലയങ്ങളിലേക്ക് പോവുകയാണ്, അവരെ സംബന്ധിച്ച് നമുക്ക് പേടിയാണ്. എന്റെ കുട്ടി നല്ല കൂട്ടുകെട്ടിലാണോ ചീത്ത കൂട്ടുകെട്ടിലാണോ ചെന്നുപെടുക, നമ്മൾ ഭയപ്പെടുകയാണ്. നമുക്ക് സമാധാനമില്ല. എന്തേ കാരണം? നമ്മുടെ വീട്, നമ്മുടെ മക്കൾക്ക് നമ്മൾ തിന്നാൻ കൊടുക്കുന്ന പണം അത് ഹലാലല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ച് നമുക്ക് നിർഭയത്വമില്ലാതിരിക്കുന്നത്. നമ്മുടെ ഭാര്യമാരെയും ചില ആളുകൾ കാശുണ്ടാക്കാൻ വേണ്ടി ഭാര്യയുമായി
ഭാര്യമാരെയും പെൺമക്കളെയും ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് ചാനലുകൾ നിർമ്മിക്കുകയും അതിൽ അവരുടെ വേഷങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലൈക്കും ഷെയറും അതിന് കിട്ടണമെന്നുള്ള ആ നിലയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ചില ആണും പെണ്ണും കെട്ട ചില ആളുകളുണ്ട്. ഇവരൊക്കെ മനസ്സിലാക്കുന്നത് എല്ലാം പണം വരാനുള്ള മാർഗമല്ലേ, നല്ലതല്ലേ എന്നുള്ള നിലയിലാണ്. ഇങ്ങനെ മറ്റുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ട് അജ്ഞരായ ആളുകളെ അവരുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് ദൂർത്തടിച്ച് അതിൽ നിന്ന് ചൂഷണം ചെയ്തുകൊണ്ട് സമ്പാദ്യം ഉണ്ടാക്കുന്നവരായ ആളുകൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഇത് മുഴുവനും ഹറാമിന്റെ മാർഗമാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്നും ചെലവഴിക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ അവകാശങ്ങൾ, അവരുടെ സഹോദരങ്ങളുടെ അവകാശങ്ങൾ പോലും തീർത്തു നൽകാത്തവരാണ്. ബാപ്പാന്റെ മുതൽ ഓഹരി വെക്കുന്ന സന്ദർഭത്തിൽ അന്യായമായി ഹറാമായ രൂപത്തിൽ അതിന്റെ ഭാഗം എനിക്ക് ഇത്ര വേണം, അല്ലെങ്കിൽ ഇന്റെ വശം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കഴിവും സ്വാധീനവും മക്കളുടെ ബലവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്യായമായ രൂപത്തിൽ ഹറാമായ മാർഗത്തിൽ ധനം സമ്പാദിക്കുന്നവരായ ആളുകൾ, കള്ളക്കണക്ക് എഴുതിക്കൊണ്ട് സ്വത്തുകൾ പിടിച്ചെടുക്കുന്നവരായ ആളുകൾ, അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയ ഒരു കാര്യമുണ്ട്. ഒരു ചാൺ ഭൂമി ഹറാമായ രൂപത്തിൽ ആരെങ്കിലും അയൽവാസിയുടേതോ അല്ലെങ്കിൽ അവകാശികളുടേതോ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് 7 ഭൂമിയുടെ ഭാരം അവന്റെ കഴുത്തിൽ കെട്ടി തൂക്കിക്കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വലിച്ചു നടക്കേണ്ടി വരും നരകത്തിലൂടെ അവൻ. അത്രമാത്രം ഗൗരവമേറിയ ഈ കാര്യം ഈ തുച്ഛമായ ദുനിയാവിൽ ജീവിക്കുമ്പോ, വളരെ ഹ്രസ്വമായ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുമ്പോ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം എന്നുള്ള ചിന്തയിലാണെങ്കിൽ അതിന്റെ ഗൗരവം നമ്മൾ പറയണം. കുടുംബ ബന്ധങ്ങൾ പോലും അകലുന്നു, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റുന്നു, മാതാപിതാക്കൾ അവഗണിക്കുന്നു. ഈ രൂപത്തിൽ സ്വത്തിനോടുള്ള അമിതമായ ആർത്തി സഹോദരങ്ങളെ നമ്മുടെ വരുമാനത്തിന്റെ ഹറാമിന്റെ ഭാഗങ്ങളാണ്. ഇത്തരക്കാരുടെ ജീവിതത്തിൽ എന്ത് സമാധാനമാണ് ഉണ്ടാവുക? അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടിക്കുക തന്നെ ചെയ്യും. മാരകമായ രോഗം കൊണ്ടോ, മക്കളുടെ മരണങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരുത്തിക്കൊണ്ടോ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അവന് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലും ഗൗരവമേറി നരകശിക്ഷ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മരണപ്പെടുന്നതിന് മുൻപ് അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ഇത്തരം ഏതെങ്കിലും നിലയിൽ ഹറാമായ വല്ല സമ്പാദ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അവകാശികൾക്ക് നൽകിക്കൊണ്ട് അവരോട് മാപ്പ് പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, ഒരു മനുഷ്യന് അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായി, ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുള്ള മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ കുടുംബ ബന്ധം മുറിച്ചവനും കടങ്ങൾ വീട്ടാത്തവനും അവന് സ്വർഗപ്രവേശനം നിഷിദ്ധമാണ്. അവൻ ഷഹീദായിട്ടുള്ളവനാണെങ്കിൽ പോലും ഗൗരവമേറിയ വിഷയമാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ നമ്മുടെ ഇത്തരം വിഷയങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കുടുംബാന്തരീക്ഷം സന്തോഷത്തോടു കൂടിയാകുന്ന ജീവിതത്തിൽ ആ തരത്തിലാകുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക, സന്തോഷമാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ സംബന്ധിച്ചുള്ള ബേജാറ്, ആ പേടി നമുക്ക് മാറണമെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അവർക്ക് അല്ലാഹുവിന്റെ മാർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. വിശ്വാസികളായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സമാധാനം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ റഅദിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് അല്ലദീന ആമനൂ വതത്മഇന്ന ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. ഈമാനുള്ള അതുപോലെ തന്നെ അല്ലാഹുവിനെ സദാ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാവും. എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ ചെയ്തികൾ എന്റെ റബ്ബ് കാണുന്നുണ്ട്, അതെനിക്ക് പാടുണ്ട്, അതെനിക്ക് പാടില്ല, അത് ഞാൻ പറയാൻ പാടില്ല, അങ്ങോട്ട് ഞാൻ നോക്കാൻ പാടില്ല, അത് ഞാൻ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ആ ഒരു ഓർമ്മയോട് കൂടിയായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സമാധാനം ഉണ്ടാകും. സൂറത്ത് അൻആമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. മറ്റൊരു ക്വാളിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒന്നാമതായി അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടാവണം. വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ,
പേരിൽ ഈമാനുണ്ട്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞാൽ പോരാ, പക്ഷേ ഉൾമ കൊണ്ട് അവരുടെ ഈമാനിനെ അവർ കൂട്ടിക്കലർത്തുകയില്ല. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശിർക്ക് ചെയ്യാത്തവരായ ആളുകൾ ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് നിർഭയത്വമുണ്ട്. ശിർക്ക് ചെയ്യാത്ത മനുഷ്യന് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. ദുനിയാവിലാവട്ടെ നാളെ പരലോകത്തിലാവട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം നിർഭയത്വമാണ് ഉണ്ടാവുക. ആ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ സന്നിഹിതരാവുകയാണ്. റഹ്മത്തിന്റെ മാലാഖമാർ അവരോട് ആശ്വാസം പറയുകയാണ്, പേടിക്കേണ്ടതില്ല, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സ്വർഗ്ഗമാണ്, സന്തോഷിച്ചു കൊള്ളുക, ഒരു പേടിയും വേണ്ട. ജീവിക്കുന്ന കാലമത്രയും നിങ്ങൾ അള്ളാഹുവിന്റെ വിധിയിലൂടെ സൂക്ഷ്മതയോടുകൂടി പെരുമാറിയിട്ടുണ്ട്, കൊണ്ടു നടന്നിട്ടുണ്ട്. അന്യരുടെ ഹക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർഭയമായിക്കൊണ്ട് നിങ്ങൾ മരണത്തെ കൊല്ലുക എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ സന്തോഷം അറിയിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടി നമ്മൾ ഈ വിഷയം കാണണം. എന്റെ കാര്യങ്ങൾക്ക് ചെയ്യാൻ എനിക്കറിയാം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത്. എന്നാൽ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുഴുവനും ഹലാലായത് മതി എന്നൊരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അമ്നുണ്ടാവും, അവന് തവക്കലുണ്ടാവും, അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാവും. അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യങ്ങളെ എല്ലാം അവൻ ഇഷ്ടമുള്ള മാർഗത്തിൽ ചെലവഴിക്കുവാനും അവൻ ഇഷ്ടമുള്ള മാർഗത്തിൽ നേടിയെടുക്കുവാനുമുള്ള ആ ഒരു നല്ല മനസ്സിനെ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാത്തു വസ്സലാമു അലൽ മുസ്തഫ വഅലാ ആലിഹി വസഹാബതിഹിൽ മുർതദാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കി വന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവണമെങ്കിൽ അവന് കൃത്യമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും സൂക്ഷ്മതയും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കണം എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക. അങ്ങനെയാവുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ മേഖലയിലും അവന് മനസ്സമാധാനം ഉണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ മക്കൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലുവെടുത്ത് വെച്ച ഈ സന്ദർഭത്തിൽ അവരുടെ വിശ്വാസപരമായ വിഷയങ്ങളിലും അവരുടെ പഠനപരമായ കാര്യങ്ങളിലുമൊക്കെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകണം എന്നുള്ളത് മാത്രമല്ല, അതിനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ തുറന്നു കൊടുക്കുകയും ഏറ്റവും നല്ല കോളേജുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധവും അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജനാസ നമസ്കരിക്കാൻ പോലും നമ്മുടെ മക്കളെ പ്രാപ്തരാക്കിയില്ല എങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള നിഷേധികളായ നരകാവകാശികളായ ആളുകൾ ആ നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ വിലപിക്കുന്ന ഒരു സാഹചര്യം വിശുദ്ധ ഖുർആൻ നമുക്ക് സൂറത്ത് ഫുസ്സിലത്തിലൂടെ വിശദീകരിച്ചു തരുന്നുണ്ട്. وقال الذين كفروا ربنا أرنا الذين أضلنا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഈ അവസ്ഥയ്ക്ക്, ഈ നരകത്തിന്റെ ആളുകളായി തീരാൻ കാരണക്കാരായ ആളുകളെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. അവർ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽപ്പെട്ടവരും ആയാലും ആ വിഭാഗത്തിൽ മക്കൾ മാതാപിതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവർ പറയുന്നത് അവരെ ഞങ്ങളുടെ കാലിന്റെ അടിയിലാക്കിക്കൊണ്ടെങ്കിലും ഈ നരകത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ഭയാനകമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുവാനും അവരെ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കുവാനും നിന്ദിനാക്കി തീർക്കുവാനും അള്ളാഹു ഞങ്ങൾക്ക് നീ അവരെ കാണിച്ചു തരണമേ എന്ന്
നരകാവകാശികളായ ആളുകൾ വിലപിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുടെ വിരൽ നമുക്കെതിരെ ചൂണ്ടുന്ന ഈ ഒരു ഗൗരവമേറിയ സന്ദർഭം ഉണ്ടാകാതിരിക്കാൻ ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ദീനീപരമായ ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. പള്ളിയിൽ നേരത്തെ വരുവാനും നമ്മുടെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാതെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും മാതാപിതാക്കളായ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ്, നമ്മൾ അവർക്ക് റോൾ മോഡലാകുമ്പോഴാണ്, വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്ന ഒരു പിതാവ് ഉണ്ടാകുമ്പോഴാണ് ആ മകൻ അല്ലെങ്കിൽ മകൾ തന്റെ ജീവിതത്തിൽ മതപരമായ ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞാൽ കേൾക്കാത്ത മക്കളെ സംബന്ധിച്ചിടത്തോളം ചില മാതാപിതാക്കൾ ഉസ്താദുമാരോട് ഉപദേശം പറയാറുണ്ട്, എന്റെ മക്കളെ എന്റെ മകളെ അല്ലെങ്കിൽ എന്റെ മകനോടൊന്ന് നിങ്ങളൊന്ന് ഉപദേശിച്ചു നൽകണം. പറഞ്ഞാൽ കേൾക്കുന്നില്ല. കാരണം അവനോട് ചോദിച്ചാൽ അവന് പറയാനുള്ള മറുപടി, എന്റെ പിതാവ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഉമ്മ ഒരിക്കൽ പോലും ഒരു നല്ല സംസാരം എന്നോട് സംസാരിച്ചിട്ടില്ല, എന്നേതെങ്കിലും ഒരു മകൻ പറഞ്ഞുവെങ്കിൽ, ഒരു മകൾ പറഞ്ഞുവെങ്കിൽ ആ കുട്ടി നാശമാകുന്നതിന് കാരണക്കാർ അവർ തന്നെയാണെന്ന് സത്യവിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ മക്കൾ. ആ മക്കളെ കുറിച്ച് നാളെ പടച്ച തമ്പുരാൻ പരലോകത്ത് വെച്ച് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. ആ മക്കളെ നീ ഏത് നിലയിലാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്ന്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ എങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ടുവന്നത്? ഏത് നിലയിലാണ് അവർക്ക് ചെലവ് നൽകിയത്? ഏത് നിലയിലാണ് അവരോട് സംസ്കാരം പഠിപ്പിച്ചത്? ആളുകളോട് മാന്യമായി ഇടപെടാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും മാതാപിതാക്കളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് നൽകുന്ന ഏറ്റവും വലിയ താക്കീത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ വഖൂദുഹാ അൻ-നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. സത്യവിശ്വാസികളെ, ഈമാനുള്ള, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നരകത്തെ തൊട്ട് കാക്കണം കേട്ടോ. വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ ഭാര്യമാരുടെ ജീവിതം, നിങ്ങളുടെ മക്കളുടെ ജീവിതം, നിങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൂക്ഷിക്കണം. അവർ നരകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ നരകത്തിന്റെ അവസ്ഥ എന്താണ്? യഖൂദുഹാ അൻ-നാസു വൽ ഹിജാറ, ആ നരകത്തിലിട്ട് കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. കഠിനന്മാരായ, വളരെ പരുഷ സ്വഭാവികളായ ചില മലക്കുകൾ അതിന് കാവൽക്കാരായുണ്ട്. പടച്ച തമ്പുരാൻ അവരോട് കൽപ്പിച്ചതല്ലാതെ മറ്റൊന്നും അവർ ചെയ്യുകയില്ല. നരകാവകാശികളായ ആളുകളെ അതികഠിനമായി, ഏറ്റവും ക്രൂരവും പൈശാചികവുമായ രൂപത്തിൽ ശിക്ഷിക്കുക എന്നുള്ളത് അവർക്ക് അല്ലാഹു നൽകുന്ന കൽപ്പനയാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അതിനാൽ തന്നെ ആ നരകത്തിലേക്ക് ആപതിക്കുന്നതിന് മുൻപ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുകൊള്ളണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഭയത്തോടുകൂടി, സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോവുക. നമ്മുടെ മക്കളുടെയും ഭാര്യമാരുടെയും വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക. നമ്മുടെ വരുമാനത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കുക. ഏതെങ്കിലും പിഴവുകൾ മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തൗബ ചെയ്തുകൊണ്ട്, അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട്, മനുഷ്യരോടുള്ളത് അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട്, അവർക്ക് തിരികെ നൽകിക്കൊണ്ട്, എല്ലാ നിലയിലും ശുദ്ധരായ മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ ഏത് തറവാടിയും, ഏത് നാട്ടിലെ പ്രമാണിയും, ഏത് പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയുമാർക്ക് ആയിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല. പടച്ച തമ്പുരാന്റെ മുമ്പിൽ ശിക്ഷയ്ക്ക് കാരണക്കാരായി തീരുന്ന അവസ്ഥ എന്നിലും നിങ്ങളിലും ഉണ്ടാവരുത് എന്നുള്ള ഒരു താക്കീതാണ് ഈ സന്ദർഭത്തിൽ നൽകുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് ഏവർക്കും പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കൺകുളിർമ, നമ്മുടെ മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും കൺകുളിർമയുള്ള ഒരു നല്ല കുടുംബ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
ഭാര്യമാരില്ലാതെ പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് നല്ല ഇണകളെ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെങ്കിലും വീഴ്ചകൾ മനുഷ്യരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു ലഭിക്കുകയും അവരുടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار.